നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനിടയ്ക്ക് 2 സിനിമ കണ്ടിരുന്നു, പാരഡൈസും നടന്ന സംഭവം അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഒരു ഷോർട്ട് ഫിലിമിനിടയ്ക്കാണുള്ള കണ്ടൻറ്റ്, അതിനപ്പുറത്തേക്ക് അത് ഭയങ്കര സൂപ്പർ സിനിമയായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ദെൻ പാരഡൈസും ഓക്കെ എന്നാണ്, അല്ലാതെ തീരെ ബോറാന്നല്ല, പക്ഷേ അത് ഭയങ്കര ഒരു സൂപ്പർ സിനിമയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഭയങ്കര സൂപ്പർ സിനിമകൾ മാത്രം റിവ്യൂ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞ് അതിനെ കംപ്ലീറ്റ്ലി ഡീമോട്ടിവേറ്റഡ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ആളുകൾ കാണുന്നതിൽ നിന്ന് ഡീമോട്ടിവേറ്റഡ് ആക്കണ്ട എന്ന് വിചാരിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റെ റിവ്യൂ ചെയ്യാത്തത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആമസോൺ പ്രൈമിൽ കൂടി ഇന്നലെ രാത്രി റിലീസ് ചെയ്ത ലിറ്റിൽ ഹേർട്സ് എന്ന സിനിമയുടെ വിശേഷമാണ്. ആൻഡോ ജോസ് പെരേരയും അബി ട്രീസ പോളും, ഇവർ രണ്ടുപേരുടെയും കഥയ്ക്ക് രാജേഷ് പിന്നാടൻ തിരക്കഥ എഴുതി. ഇവർ രണ്ടുപേരും തന്നെയാണ്, ആൻഡോ ജോസ് പെരേരയും അബി ട്രീസ പോളും, ഇവർ രണ്ടുപേരാണ് സിനിമ സംവിധാനം ചെയ്തത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാന്ദ്ര തോമസ്, പഴയ ഫ്രൈഡേ ഫിലിംസ് ഹൗസിൻ്റെ ഓണർ, ഇപ്പോൾ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ അവരാണ് ഇത് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ബാബുരാജ്, പിന്നെ ഷൈൻ നിഗം, മഹിമ നമ്പ്യാർ, പിന്നെ ജാഫർ ഇടുക്കി ഉണ്ട്, ഷമ്മി തിലകനുണ്ട്, ദെൻ ഷൈൻ ടോം ചാക്കോയുണ്ട്, അങ്ങനെ ഒരു മാല പാർവതിയുണ്ട്, അങ്ങനെ ഒരു പറ്റം ആൾക്കാരുണ്ട്. ഒരുപാട് രഞ്ജി പണിക്കരുണ്ട്. അങ്ങനെ വലിയ താരനിരയാണെന്നല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. സിനിമ 2 മണിക്കൂർ 14 മിനിറ്റുള്ള സിനിമയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കി ചോദിച്ചാൽ, ഫസ്റ്റ് ഹാഫ് വാസ് ബ്രില്യൻറ്റ്. എന്ന് വെച്ചാൽ ആ ഫസ്റ്റ് ഹാഫ് തുടങ്ങി സിനിമകളെല്ലാം സിനിമയിൽ പോകുന്നത് കണ്ടാൽ നമ്മളിതൊരു സോൾട്ട് ആൻഡ് പേപ്പർ രീതിയിൽ സിനിമ നല്ല രസമായിട്ട് കൊണ്ടുപോകുന്നവരാണ് ഫീൽ ചെയ്തത്. നല്ല കോമഡികളും, നമ്മുടെ സോൾട്ട് ആൻഡ് പേപ്പർ കഴിഞ്ഞ ശേഷം നമ്മുടെ ബാബുരാജിൻ്റെ കിഡിലും കൗണ്ടറുകൾ കുറേ ഉണ്ടായിരുന്നു ഇതിനകത്ത്. നല്ല രസമായിട്ട് ബാബുരാജ് ചെയ്തു. ഷെയ്നും പേഴ്സണലി നമുക്ക് ഫുൾ ടൈം നമ്മൾ ഷെയ്നിനെ ഇങ്ങനെ ഭയങ്കര ദേഷ്യം പിടിച്ച ക്യാരക്ടറായിട്ട് കാണുമ്പോൾ അതിന് ഒരു ഡിഫറെൻ്റ് ആയിട്ട്, ഓപ്പോസിറ്റായിട്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് ചെറിയ ചെറിയ നർമ്മങ്ങളിലൂടെയൊക്കെ ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ട് കൊണ്ടുപോകുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ഈവൻ ഷൈൻ ടോം ചാക്കോയുടെ കഥാപാത്രം ഉണ്ടായിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ കഥാപാത്രവും പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഷൈൻ ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്ന ഷൈനേ ആയിരുന്നില്ല, ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. സോ ഫസ്റ്റ് ഹാഫ് കുറേ തമാശകളൊക്കെ ആയിട്ട്, നല്ല കൗണ്ടറുകളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട്. മഹിമയുടെ ആക്ടിങ്ങും നന്നായിരുന്നു. മഹിമ സാധാരണ ഒന്നും പെർഫോം ചെയ്യാനില്ലാത്ത പോലെ ഉള്ള സിനിമകൾ പോലെയല്ല, ഇതിനകത്ത് പുള്ളിക്കാരിക്ക് പെർഫോം ചെയ്യാനുള്ളതുപോലെ തോന്നി എനിക്ക്. അതെല്ലാം എക്സ്പെഷ്യലി ആ ലവ്, ഇവർ പറയുന്ന സീൻസൊക്കെ കുറച്ച് രസമായിട്ട് പുള്ളിക്കാരി ചെയ്ത പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഷെയ്ൻ്റെ ആക്ടിങ്ങും അടിപൊളിയായിരുന്നു ആ സമയത്തൊക്കെ. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ മൊമെൻറ്റം സെക്കൻഡ് ഹാഫിൽ നിലനിർത്താൻ സാധിച്ചില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഇവർക്ക് എങ്ങനെയോ അത് അവസാനിപ്പിക്കണമെന്ന് വലിയ ധാരണ ഇല്ലാത്ത പോലെയാണ് തോന്നിയത്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ അല്ലെങ്കിൽ എത്തുമ്പോൾ ഒരു ചെറിയ തട്ടിക്കൂട്ട് പോലെയാണ് ശരിക്കും ഫീൽ ചെയ്തത്. അവസാനം എത്തുമ്പോൾ മാത്രം. അതിനപ്പുറത്തേക്ക് സിനിമ ഫ്ലോയിൽ പോകുന്നുണ്ട്. ഇൻ്റർവെല്ലിൽ ഒരു ട്വിസ്റ്റ് പറയുന്നുണ്ട്, ട്വിസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ട്വിസ്റ്റാണ് എന്നാലും ട്വിസ്റ്റാണ്, ബട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇത് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. എന്നാലും ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്ത രീതി, ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫും തുടങ്ങി മുന്നോട്ട് പോകുന്നതൊക്കെ രസമാണ്. പക്ഷേ അവസാനത്തെ ഒരു 10-25 മിനിറ്റ് ഒരു വലിയ ധാരണ ഇല്ലാണ്ട് തട്ടിക്കൂട്ടി അവസാനിപ്പിച്ച പോലെയാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്തത്. എങ്കിലും ഈ സിനിമ ഒരു ഫൺ വാച്ചാണ്. ബാബുരാജിന് വേണ്ടിയും ഷെയ്നിന് വേണ്ടിയും ഒക്കെ നമുക്കിത് കാണാൻ പറ്റും. ആ അപ്പൻ മകൻ തമ്മിലുള്ള ആ ഒരു കോംബോ ഒക്കെ നല്ല രസമാണ്. 2 പ്രണയങ്ങളാണ്, ഷൈൻ്റെയും മഹിമയുടെയും പ്രണയവും, ബാബുരാജ് അവതരിപ്പിക്കുന്ന ബേബി എന്ന കഥാപാത്രം, പിന്നെ സിസിലി എന്നൊരു കഥാപാത്രമുണ്ട്. അങ്ങനെ അവരുടെ ഒരു പ്രണയവും കാണിക്കുന്നുണ്ട്. ഈ സിസിലിയുടെ മകളും, ബാബുരാജിൻ്റെ ഭാര്യ മരിച്ചു പോയതാണ്. സോ ഇതൊന്നും സ്പോയിലറല്ല, സ്പോയിലറായിട്ടുള്ള കാര്യങ്ങൾ വേറെ കുറേ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ഒന്നും സ്പോയിലറെന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ബാബുരാജിൻ്റെ കഥാപാത്രവും ബാബുരാജിന് ഒരു പ്രണയം ഇപ്പോൾ ഉണ്ട്. ആ പ്രണയം നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നതും. പിന്നെ ഈ ബാബുരാജ് സ്നേഹിക്കുന്ന സിസിലിയുടെ മകളും സിസിലിയും തമ്മിലുള്ള ആ ഒരു എന്തുകൊണ്ടാണ് ഞാൻ ബാബുരാജിന് അല്ലെങ്കിൽ ബേബിയെ പ്രേമിക്കുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന രീതി, ഇവർ അമ്മ മകൾ ആ ഒക്കെ നല്ല രസമായിരുന്നു. അത് നല്ല രസമായിട്ട് എടുത്ത പോലെ തോന്നി. അതാണ് എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. അവരുടെ ആ ഒരു പ്രണയവും ആ അമ്മ മകൾ റിലേഷൻഷിപ്പൊക്കെ കാണിച്ചതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ദെൻ ഷെയ്ൻ്റെയും മഹിമയുടെ ആക്ടിങ് ഞാൻ പറഞ്ഞു. രഞ്ജി പണിക്കറിന് ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നുമില്ല, നമ്മൾ കണ്ട രഞ്ജി പണിക്കർ കഥാപാത്രങ്ങളൊക്കെ തന്നെ. ഷമ്മി തിലകൻ കുറച്ച് നേരം രസമായിരുന്നു, പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഷമ്മി തിലകൻ്റെ കഥാപാത്രം എന്തിനാണെന്ന് തോന്നിപ്പോയി. അങ്ങനെയാണ് അതങ്ങനെ മുന്നോട്ട് പോയത്. പുള്ളി അങ്ങനെ അങ്ങ് പോകുന്നു.
പിന്നെ ജാഫർ ഇടുക്കിക്ക് ഏകദേശം നോർമലി ഒരു 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 സ്ലൈറ്റ് വില്ലൻ, ഒരു സ്ലൈറ്റ് ആയിട്ട് ഒരു വില്ലൻ ഷെയ്ഡുള്ള കഥാപാത്രമാണെന്ന് പറയാം. അങ്ങനെ ഭയങ്കര വില്ലനായിട്ടൊന്നും ആരും തന്നെ ഇതിനകത്തില്ല. പിന്നെ ഇതിനകത്ത് ഒരു ഫോറിനർ വരുന്നുണ്ട്. ആ ഫോറിനർ എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ അട്രാക്ട് ചെയ്തു. കാരണം അദ്ദേഹം ആ റോള് നല്ല രീതിയിൽ കൺവേ ചെയ്ത പോലെ തോന്നി. കാരണം ചിലപ്പോൾ വിദേശത്തൊക്കെ വലിയ നടനായിരിക്കും പുള്ളി, എനിക്കറിയില്ല. ബട്ട് അത് നല്ല രസമായിരുന്നു. ആ കഥാപാത്രം നന്നായിട്ട് ചെയ്ത പോലെ തോന്നി. ഷൈൻ ടോം ചാക്കോൻ്റെ കഥാപാത്രം അടിപൊളി. ത്രൂ ഔട്ടായിട്ട് സിനിമ അവസാനം എത്തുന്നവരെ നല്ല രസമായിട്ട് പോകുന്ന ഒരു സിനിമയാണ്. പക്ഷെ അവസാനം എവിടെയോ 10-25 അല്ലെങ്കിൽ 15 മിനിറ്റ് സിനിമ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് കൊണ്ടുവന്നിട്ട് അടുത്തതിനകത്ത് ചിലപ്പോൾ അത് അയ്യേ എന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങനെ ഭയങ്കര ഇതാക്കി മാറ്റുന്ന പോലെ തോന്നി. അത് ഭയങ്കര ഒരു 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 ഓടായിട്ട് ഫീൽ ചെയ്തു. അത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം രസമായിട്ട് കണ്ടിരിക്കാവുന്ന സിനിമയാണ്. കുറച്ച് തമാശകളൊക്കെ ആയിട്ട് ഫാമിലിക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് തമാശകളൊക്കെ ആയിട്ട് പോകുന്നത്. ബാബുരാജിൻ്റെ കൗണ്ടറുകളും തമാശകളൊക്കെ എസ്പെഷ്യലി പറയണത് നല്ല രസമായിരുന്നു. ഇവർ അപ്പൻ മകൻ കോംബോ ഒക്കെ നല്ല രസമായിരുന്നു, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. അവസാനത്തെ ഒരു 10-15 മിനിറ്റ് ഒഴിച്ചു നിർത്തിയാൽ രസമായിട്ട് കണ്ടിരിക്കാം. ആ ഒരു 10-15 മിനിറ്റിന് വേണ്ടി സിനിമ മൊത്തത്തിൽ മോശമെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പോൾ അത്രയും നേരം നമ്മൾ ഫണ്ണായിട്ട് കണ്ടിരുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ അവസാനം എത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് ചിലപ്പോൾ ഡ്രോബാക്ക് ആയിരിക്കും. 2 അഭിപ്രായം ഉണ്ടാവും. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടു. അവസാനത്തെ ഒരു ഇത്രയും അതുപോട്ടെ. ബട്ട് അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. Thank you for all the support and bye-bye.